സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീകൃഷ്ണ ഭക്തരായ ഏവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവത ജ്ഞാനയജ്ഞം മൂലഗ്രന്ഥത്തിലെ ഓരോ ശ്ലോകങ്ങളെയും കിളിപ്പാട്ടിൽ എങ്ങനെ ആവിഷ്കരിച്ചിരിക്കുന്നു എന്ന് താരതമ്യം ചെയ്തു പഠിക്കുകയാണ് നാം ഇവിടെ ചെയ്യുന്നത്. ഈ ദൗത്യത്തിൽ എന്നോടൊപ്പം കൂടുന്ന എല്ലാ ശ്രീകൃഷ്ണ ഭക്തർക്കും സ്വാഗതം. മൂലഗ്രന്ഥത്തിലെ ദശമസ്കന്ധത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ 10 ശ്ലോകങ്ങൾ വരെ നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി 11-ാമത് ശ്ലോകമാണ്. ദേഹം മാനുഷമാശ്രിത്യ കതിവർഷാണി വൃഷ്ണിഭിഃ യദുപുര്യാം സഹാവാസി പത്ന്യ കത്യഭവൻ പ്രഭോ. ദേഹം മാനുഷമാശ്രിത്യ കതിവർഷാണി വൃഷ്ണിഭിഃ യദുപുര്യാം സഹാവാസി പത്ന്യഃ കത്യഭവൻ പ്രഭോ. ശ്രീ പരീക്ഷിത് രാജാവ് ശ്രീശുക ബ്രഹ്മർഷിയോട് ചോദിക്കുന്നതാണ്. ദേഹം മാനുഷമാശ്രിത്യ, മാനുഷം ദേഹം, മർത്യദേഹം, മനുഷ്യ ശരീരം ആശ്രിത്യ ധരിച്ചുകൊണ്ട്, മാനുഷം ദേഹം ആശ്രിത്യ മനുഷ്യ ശരീരത്തെ ധരിച്ചുകൊണ്ട്, വൃഷ്ണിഭിഹി സഹ വൃഷ്ണികളോടുകൂടി, യദുപുര്യാം യദുപുരിയിൽ, കതിവർഷാണി എത്ര വത്സരം എത്ര വർഷങ്ങൾ, അവാസി താമസിച്ചു ഭഗവാൻ. വൃഷ്ണിഭിഹി സഹ യദുപുര്യാം കതിവർഷാണി അവാസിത്, വൃഷ്ണികളോടുകൂടി യദുപുരിയിൽ മധുരാപുരിയിൽ, കതിവർഷാണി അവാസി എത്ര സംവത്സരം താമസിച്ചു. പ്രഭോ കതി പത്ന്യഃ അഭവൻ, ആ പ്രഭുവിന് ഭഗവാന് ശ്രീകൃഷ്ണ ഭഗവാന് എത്ര പത്നിമാർ ഉണ്ടായിരുന്നു. അതാണ് 11-ാമത്തെ ശ്ലോകത്തിൽ പരീക്ഷിത് രാജാവ് ശ്രീശുക ബ്രഹ്മർഷിയോട് ചോദിക്കുന്നത്. ദേഹം മാനുഷമാശ്രിത്യ കതിവർഷാണി വൃഷ്ണിഭിഃ യദുപുര്യാം സഹാവാസി പത്ന്യഃ കത്യഭവൻ പ്രഭോ. മാനുഷം ദേഹം ആശ്രിത്യ, മർത്യദേഹം ധരിച്ചുകൊണ്ട്, വൃഷ്ണിഭി സഹ വൃഷ്ണികളോടുകൂടി, യദുപുര്യാം യദുപുരിയിൽ, കതിവർഷാണി എത്ര സംവത്സരം, അവാസി താമസിച്ചു. പ്രഭോ ഭഗവാന് കതിപത്ന്യഃ എത്ര പത്നിമാർ അഭവൻ ഉണ്ടായിരുന്നു. ഈ 11-ാമത്തെ ശ്ലോകത്തെ ഭഗവാൻ ഭാഷ്യകാരൻ കിളിപ്പാട്ടിലേക്ക് എങ്ങനെ ആവിഷ്കരിച്ചിരിക്കുന്നു എന്ന് നോക്കാം. നല്ല ഭാര്യമാരെത്ര പേരുണ്ട്, നറും പാൽ തൊഴും മൃദുമൊഴിമാർ. ഭഗവാന്റെ പത്നിമാരെ കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നതാണ്. നറും പാൽ തൊഴും മൃദുമൊഴിമാർ, എത്രയും നല്ല ഭാര്യമാർ എത്ര പേരുണ്ട്, എത്ര വത്സരം മായാകാര്യമാനുഷൻ മനുജാകൃതിയോടും ഭുവി വാണരുളിനാൻ. ദേഹം മാനുഷം ആശ്രിത്യ, അതാണ് മനുജാകൃതിയോടും ഭുവി വാണരുളിനാൻ. കതിവർഷാണി സഹാവാസീത്, എത്ര വർഷം മധുരാപുരിയിൽ വസിച്ചു, എത്ര വർഷം ഗോകുലത്തിൽ വസിച്ചു. നറും പാൽതൊഴും മൃദുമൊഴിമാരിൽ എത്രയും നല്ല ഭാര്യമാർ എത്ര പേരുണ്ട്. പത്ന്യഃ കതി അഭവൻ. ഇങ്ങനെ 2 ചോദ്യങ്ങളാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. മധുരാപുരിയിൽ വൃഷ്ണികളോടുകൂടി എത്ര വർഷം താമസിച്ചു, എത്ര പത്നിമാരുണ്ടായിരുന്നു.
കതി വർഷാണി വിഷ്ണുവിഹി സഹ സഹാവാസീത് പത്ന്യഃ കതി അഭവൻ. എത്ര വർഷം മധുരാപുരിയിൽ താമസിച്ചു, എത്ര ഭക്തന്മാരുണ്ടായിരുന്നു. ഇനി 12ാമത് ശ്ലോകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏതത് അന്യസ്യ സർവം മേ മുനേ കൃഷ്ണ വിചേഷ്ടിതം ഭക്തുമർഹസി സർവജ്ഞ ശ്രദ്ധാനായ വിസ്തൃതം. ഏതത് അന്യസ്യ സർവം മേ മുനേ കൃഷ്ണ വിചേഷ്ടിതം ഭക്തുമർഹസി സർവജ്ഞ ശ്രദ്ധാനായ വിസ്തൃതം. ഏതത് അന്യത് ച സർവം. ഏതത് ഇതും അന്യത് വേറെയുള്ളതുമായ കൃഷ്ണ വിചേഷ്ടിതം സർവം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വിചേഷ്ടിതം എല്ലാ പ്രവൃത്തികളും സർവജ്ഞ എല്ലാം അറിവുള്ള മുനീശ്വര ശ്രദ്ധാനായ ശ്രദ്ധാലുവായ മേ വിസ്തൃതം എനിക്ക് വിസ്തരിച്ച് വക്തും അർഹസി പറഞ്ഞു തന്നാലും പറഞ്ഞു തരുവാൻ ഞാൻ അർഹിക്കുന്നു, അത് കേൾക്കുവാൻ ഞാൻ അർഹിക്കുന്നു. അർഹസി വക്തും അർഹസി സാമാന്യന പറയുമ്പോൾ പറഞ്ഞു തന്നാലും. അതാണ് 12ാമത്തെ ശ്ലോകത്തിൽ പറയുന്നതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഭഗവാൻ എന്തുകൊണ്ടാണ് അച്ഛന്റെ വീട്ടിൽ നിന്നും പിതൃഗേഹാത് വ്രജം ഗതഃ എന്ന് നമ്മള് 6ാമത്തെ ശ്ലോകത്തിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പിതാവിന്റെ ഗ്രഹത്തിൽ നിന്നും എന്തിനാണ് വ്രജം ഗോകുലത്തിലേക്ക് നന്ദഗോകുലത്തിലേക്ക് പോയത് എന്തിനാണ് എന്ന് ചോദിച്ചു. ബലരാമൻ രോഹിണ്യാത്തനയഹ പ്രോക്ത എന്നാണ് അങ്ങ് പറഞ്ഞത്. രോഹിണിയുടെ പുത്രനാണ് ബലഭദ്രദേവൻ എന്ന് അങ്ങ് പറഞ്ഞു. പക്ഷെ ദേവകി ദേവിയുടെ ഗർഭവുമായിട്ട് ആ സന്താനത്തിന് ബന്ധമുണ്ട് എന്നും പറഞ്ഞു കേൾക്കുന്നു. അതെന്താണ്? ഇങ്ങനെ 2 സംശയങ്ങൾ ചോദിച്ചിട്ട് 3ാമത് ചോദിക്കുന്നു, എന്തിനാണ് മാതൃ സഹോദരനായ സ്വന്തം അമ്മാവനെ എന്തിനാണ് ഭഗവാൻ നേരിട്ട് വധിച്ചത്? അത് അത്ര ഉചിതമായോ എന്ന് ഒരു സംശയവും പരീക്ഷിത് രാജാവ് ചോദിക്കുന്നു. പിന്നീട് ചോദിക്കുന്നു, മധുരാപുരിയിൽ അദ്ദേഹം എത്ര കാലം താമസിച്ചു, അദ്ദേഹത്തിന് എത്ര പത്നിമാരുണ്ടായിരുന്നു? ഇതെല്ലാം ഏതത് അന്യച്ച ഇതും വേറെയുള്ളതുമായ കൃഷ്ണ വിചേഷ്ടിതം സർവം ശ്രീകൃഷ്ണ ഭഗവാന്റെ എല്ലാ പ്രവൃത്തികളും സർവജ്ഞ എല്ലാം അറിവുള്ള ശ്രീശുഖ ബ്രഹ്മർഷേ മുനേ മുനീശ്വര ശ്രദ്ധാനായ ശ്രദ്ധാലുവായ മേ എനിക്ക് വിസ്തരം വിസ്തരിച്ച് വക്തും അർഹസി പറഞ്ഞു തന്നാലും. ഏതത് അന്യശ്ച സർവം മേ മുനേ കൃഷ്ണ വിചേഷ്ടിതം വക്തുമർഹസി സർവജ്ഞ ശ്രദ്ധാനായ വിസ്തൃതം. ഇതും വേറെയുള്ളതുമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ എല്ലാ പ്രവൃത്തികളും എല്ലാം അറിവുള്ള മുനീശ്വര ശ്രദ്ധാലുവായി എനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തന്നാലും എന്ന് മൂലഗ്രന്ഥത്തിൽ വ്യാസഭഗവാൻ പറയുമ്പോൾ ആ 12ാമത്തെ ശ്ലോകത്തെ ഭഗവാൻ ഭാഷ്യകാരൻ തുഞ്ചത്താചാര്യൻ എങ്ങനെ കിളിപ്പാട്ടിലേക്ക് വർണ്ണിച്ചിരിക്കുന്നു എന്ന് നോക്കാം. അന്നുണ്ടായ മംഗളചരിതാനന്ദ വിലാസങ്ങളൊക്കെ ഒന്നൊഴിയാതെ വ്യാസമായി അരുളി ചെയ്തിടേണം. ഇത്രേ ഉള്ളൂ. അന്നുണ്ടായ മംഗളചരിതാനന്ദ വിലാസങ്ങളൊക്കെ ഒന്നൊഴിയാതെ വ്യാസമായി അരുളി ചെയ്തിടേണം. ഈ 2 ശ്ലോകങ്ങളുടെ ഭാഷാവിഷ്കാരം തുഞ്ചത്താചാര്യൻ ചെയ്തിരിക്കുന്ന റൊമ്പാൽ തൊഴും മൃദുമൊഴിമാരിലെത്രയും നല്ല ഭാര്യമാർ എത്ര പേരുണ്ട്
എത്ര വത്സരം മായാകാര്യമാനുഷൻ മനുജാകൃതിയോടും ഭുവിവാണരുളിനാൻ. അന്നുണ്ടായ മംഗളചരിതാനന്ദ വിലാസങ്ങളൊക്കെ ഒന്നൊഴിയാതെ വ്യാസമായി അരുളി ചെയ്തിടേണം. ഭഗവാൻ മനുഷ്യാകൃതി കൊണ്ട് ദേഹം മാനുഷമാശ്രിത്യ മനുഷ്യാകൃതി കൊണ്ട് ഭൂമിയിൽ എത്ര നാൾ വസിച്ചു. അദ്ദേഹത്തിന് ഋഷികളോടുകൂടി മധുരാപുരിയിൽ എത്ര നാൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് എത്ര ഭക്തിമാരുണ്ടായിരുന്നു. അങ്ങനെ എല്ലാമുള്ള ഭഗവാൻ ശ്രീകൃഷ്ണന്റെ എല്ലാ പ്രവൃത്തികളും എല്ലാ കഥകളും എനിക്ക് പറഞ്ഞു തരണം, വിസ്തരിച്ച് പറഞ്ഞു തരണം എന്ന് ഈ 11-12 ശ്ലോകങ്ങളിലൂടെ പരീക്ഷിത് രാജാവ് അപേക്ഷിക്കുകയാണ്. ദേഹം മാനുഷമാശ്രിത്യ കതിവർഷാണി വൃഷ്ണിഭിഹി യതുപുര്യാം സഹാവാസ്യത് പത്ന്യഃ കതി അപഹൻ പ്രഭോ. മർത്യദേഹം ധരിച്ചുകൊണ്ട് വൃഷ്ണികളോടുകൂടി യദുപുരിയിൽ എത്ര മത്സരം താമസിച്ചു. ഭഗവാന് എത്ര ഭക്തിമാരുണ്ടായിരുന്നു. ഏതത് അന്യശ്ച സർവം മേ മുനേ കൃഷ്ണ വിജേഷ്ടിതം വക്തുമർഹസി സർവജ്ഞ ശ്രദ്ധാനായ വിസ്തൃതം. ഇതും വേറെയുള്ളതുമായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ എല്ലാ പ്രവൃത്തികളും എല്ലാം അറിവുള്ള അല്ലയോ മുനീശ്വര, ശ്രദ്ധാലുവായിരിക്കുന്ന എനിക്ക് അത് വിസ്തരിച്ച് പറഞ്ഞു തന്നാലും. ഈ 2 ശ്ലോകങ്ങളെ ആണ് നാം പഠിച്ചിരിക്കുന്നത്. നറും പാൽതൊഴും മൃദുമൊഴിമാരിൽ എത്രയും നല്ല ഭാര്യമാരെത്ര പേരുണ്ട്. എത്ര മത്സരം മായാകാര്യമാനുഷൻ മനുജാകൃതിയോടും ഭുവി വാണരുളിലാൻ. അന്നുണ്ടായ മംഗളചരിതാനന്ദ വിലാസങ്ങളൊക്കെ ഒന്നൊഴിയാതെ വ്യാസമായി അരുളി ചെയ്തിടണം. വിസ്തരാത് ചൊല്ലിയിടണം. വിസ്തരാത് വധ എന്നുള്ളതാണ്. വിസ്തരിച്ച് പറയുന്ന വ്യാസമായി വിസ്തരിച്ച് അരുളി ചെയ്തിടേണം. ഇതാണ് ശ്രീ പരീക്ഷിത് രാജാവിന്റെ സംശയങ്ങളും ചോദ്യങ്ങളും. അത് വിസ്തരിച്ച് പറയണം എന്ന് അദ്ദേഹം ശ്രീ ശുക ബ്രഹ്മർഷിയോട് പറയുകയാണ്. ഓം സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശേഷം ഭാഗം അടുത്തതിൽ.